നമസ്കാരം. ഞാൻ സോയി പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ പാല. ഇന്ന് 2024 മെയ് 30 വ്യാഴാഴ്ച. ഇന്നത്തെ പ്രധാന 10 പത്രങ്ങളും പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ ശേഖരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: കീം ഓൺലൈൻ പരീക്ഷ ജൂൺ 5 മുതൽ 9 വരെ. പ്ലസ് ടുക്കാർക്ക് പ്രതിരോധ സേനയിൽ ഓഫീസറാകാം. പാരാമെഡിക്കൽ രംഗത്ത് വിദഗ്ധരാകാം. ഇന്നത്തെ മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിൽ വളരെ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിരിക്കുന്ന ഒരു വാർത്തയാണ്. കേരള എൻട്രൻസ് ജൂൺ 5 മുതൽ 9 വരെ. ദിവസം പരമാവധി 18,993 പേർ. കേന്ദ്രങ്ങളിലെല്ലാം റിസർവ് കമ്പ്യൂട്ടറുകൾ. ജൂൺ 10 റിസർവ് ദിനം. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ജൂൺ 5 മുതൽ 9 വരെ കേരളത്തിൽ 198 കേന്ദ്രങ്ങളിലും ഡൽഹിയിലെ 2, മുംബൈ, ദുബായ് എന്നിവിടങ്ങളിലെ ഓരോ കേന്ദ്രങ്ങളിലുമാണ് പരീക്ഷ നടക്കുന്നത്. മുംബൈ, ഡൽഹി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലെല്ലാം ജൂൺ 5-നും ദുബായ് കേന്ദ്രത്തിൽ ജൂൺ 6-നും പരീക്ഷ തുടങ്ങും. ഫാർമസി പ്രവേശന പരീക്ഷ ജൂൺ 6-ന് ഉച്ച കഴിഞ്ഞ് 3:30 മുതൽ 5 വരെയാണ്. എല്ലാ കേന്ദ്രങ്ങളിലും റിസർവ് കമ്പ്യൂട്ടറുകളുണ്ട്. എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും UPS ബാക്കപ്പും ജനറേറ്ററുമുണ്ട്. കമ്മീഷണറേറ്റിലും ജില്ലാതലങ്ങളിലും കൺട്രോൾ റൂം തുറന്നു. അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാൻ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റ് പ്രയോജനപ്പെടുത്താം. നേരിട്ട് വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ 0471252530 എന്ന ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ ഇന്ന് മലയാള മനോരമയിൽ പ്രത്യേകമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതേ വാർത്ത തന്നെയാണ് മാതൃഭൂമി പത്രത്തിന്റെ വിദ്യാഭ്യാസം പേജിൽ ഇന്ന് കൊടുത്തിരിക്കുന്നത്. ഹെഡിങ് ഇതാണ്: കീം പരീക്ഷ ദുബായ് കേന്ദ്രത്തിൽ ജൂൺ 6-ന് ആരംഭിക്കും. കീം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം എന്ന 2 ഹെഡിങ്ങോടുകൂടിയാണ് മാതൃഭൂമി കൊടുത്തിരിക്കുന്നത്. മംഗളം പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു രീതിയിലാണ്: കീം ജൂൺ 5 മുതൽ 9 വരെ, കേന്ദ്രങ്ങൾ സജ്ജം. മന്ത്രി ബിന്ദു. കീം പ്രവേശന പരീക്ഷ ആദ്യമായി ഓൺലൈനിൽ, വിപുലമായ ഒരുക്കങ്ങൾ. ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. വിദ്യാഭ്യാസ വാർത്താ പേജിൽ കീം 2024 വിപുലമായ ഒരുക്കം. സാങ്കേതിക പ്രശ്നമുണ്ടായാൽ പുനർക്രമീകരണം. നേരത്തെ എത്തണം. അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായ സബ് ഹെഡിങ്ങിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ദീപിക റിപ്പോർട്ട് ചെയ്യുന്നു: കീം 2024 അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാം. കീം ഓൺലൈൻ പ്രവേശന പരീക്ഷ ജൂൺ 5 മുതൽ. പരീക്ഷ എഴുതുന്നത് 1.13 ലക്ഷം വിദ്യാർത്ഥികൾ. മറ്റു പത്രങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പോലെ കേരള കൗമുദി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് കീം ഓൺലൈൻ പരീക്ഷ ജൂൺ 5 മുതൽ എന്ന സബ് ഹെഡിങ്ങോട് കൂടിയാണ്. ഇനി ജന്മഭൂമി പത്രത്തിന്റെ വിദ്യാഭ്യാസം പേജിൽ നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷ വഴി പ്ലസ് ടുക്കാർക്ക് പ്രതിരോധ സേനയിൽ ഓഫീസറാകാം. വിശദ വിവരങ്ങളടങ്ങിയ വിജ്ഞാപനം upsc.gov.in എന്ന വെബ്സൈറ്റിൽ. ഒഴിവുകൾ 404. ജൂൺ 4 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ആർമി, നേവി, എയർഫോഴ്സ് അടക്കമുള്ള പ്രതിരോധ സേനകളിൽ ലഫ്റ്റനന്റ് പദവിയിൽ ഓഫീസറാകാൻ പ്ലസ് ടുക്കാർക്ക് മികച്ച അവസരം. ഈ വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറ്റു പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. പ്ലസ് 2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ പ്രതിരോധ സേനയിൽ ഓഫീസറാകാനുള്ള അവസരം സംബന്ധിച്ച വിശദാംശങ്ങൾ ഇന്ന് ജന്മഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇനി ജനയുഗം പത്രം പരിശോധിക്കുമ്പോൾ മറ്റൊരു വാർത്തയാണ് കാണുന്നത്: പാരാമെഡിക്കൽ രംഗത്ത് വിദഗ്ധരാകാം. കേരളത്തിലെ സർക്കാർ സ്വാശ്രയ കോളേജുകളിലെ 2024-25 വർഷത്തിലെ BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ ബിരുദ പ്രോഗ്രാമുകളുടെ അപേക്ഷ ക്ഷണിച്ചു. 12 ബിരുദ പ്രോഗ്രാമുകൾ സംബന്ധിച്ച അഡ്മിഷനും പഠനവുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം മറ്റു പത്രങ്ങൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ന് ജനയുഗം പത്രത്തിൽ ഈ വാർത്ത വിശദമായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. ഇതോടെ ഇന്നത്തെ നമ്മുടെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.